വളരെ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവത്തിന് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ശരീരം വേണം, എൻ്റെ ശരീരം വേണം. പിശാചിനും അതേപോലെ എൻ്റെ ശരീരം വേണം. എന്തിനെന്നറിയാമോ? ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ശക്തികൾക്കും നമ്മുടെ ശരീരം വേണം. എന്താ കാര്യം എന്നറിയാമോ? ഇത് രണ്ടും സ്പിരിറ്റാണ്, ആത്മാവാണ്. ദൈവം ആത്മാവാണ്, പിശാച് ആത്മാവാണ്. ഇത് രണ്ടിനും പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരം വേണം. അതിനുള്ള ഫൈറ്റാ ദൈവമക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ യൗവനക്കാര്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ശരീരം പിശാച് ഫൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണോ? അതോ ദൈവമാണോ, പരിശുദ്ധാത്മാവാണോ നിങ്ങളുടെ ശരീരത്തെ യൂസ് ചെയ്യുന്നത്? ഈ രണ്ട് ശക്തികൾക്കും നമ്മുടെ ശരീരം വേണം. എന്തിനെന്നറിയാമോ? പരിശുദ്ധാത്മാവിന് ഈ ശരീരം, ഈ നാവ് കൊണ്ട് ദൈവത്തിന്റെ വചനം പറയാൻ, ഈ നാവ് കൊണ്ട് നല്ലത് പ്രസ്താവിക്കാൻ, ഈ കൈ കൊണ്ട് ബലഹീനമായവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, ഈ കണ്ണുകൊണ്ട് ചിലത് ദൈവത്തിനുള്ളത് കണ്ണ് കാണുവാൻ, ഈ ചെവി കൊണ്ട് ചിലത് കേൾക്കുവാൻ, ഈ ബ്രെയിൻ കൊണ്ട് ദൈവത്തിന്റെ വെളിപ്പാടുകളും ദർശനങ്ങളും കാണുവാൻ പരിശുദ്ധാത്മാവിന് നമ്മുടെ ശരീരം വേണം. അതേപോലെ പിശാചിനും നമ്മുടെ ശരീരം വേണം. എന്താണെന്നറിയാമോ? ചിലരെ കൊല്ലാൻ, ചിലരെ ഇല്ലാതാക്കാൻ, ചിലരെ നാവ് കൊണ്ട് ഇല്ലാതാക്കാൻ, ചിലരെ കത്തി കൊണ്ട് ഇല്ലാതാക്കാൻ, ചിലരെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ പിശാചിന് നമ്മുടെ ശരീരം വേണം. മദ്യപിപ്പിക്കാൻ, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ചെയ്യിപ്പിക്കാൻ, ആത്മഹത്യ ചെയ്യുവാൻ പിശാചിന് നമ്മുടെ ശരീരം വേണം. ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിലാണ്. എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ശരീരം ആരാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ ശരീരം ആരാ ഉപയോഗിക്കുന്നത്? നിങ്ങളെ തന്നെ ശോധന നോക്കി. എൻ്റെ ശരീരം പിശാചാണോ ഉപയോഗിക്കുന്നത്, അതോ പരിശുദ്ധാത്മാവാണോ? അല്ല. ഇനി പിശാചാണെങ്കിൽ നോ, ഇന്നു മുതൽ എൻ്റെ ശരീരം പിശാചിനുള്ളതല്ല. ഈ പാപ സ്വഭാവങ്ങളോട് ഞാൻ വിട പറയുന്നു. എൻ്റെ ശരീരം യേശു യൂസ് ചെയ്യട്ടെ. എൻ്റെ ശരീരം പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ. എൻ്റെ നാവ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ. എൻ്റെ കണ്ണ് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കട്ടെ. ആരുണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ? അകലം വിട്ട് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? ദൈവത്തിൽ നിന്ന് അകലം വിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ? എത്ര നാളെങ്കിലും ഓടും? എൻ്റെ പ്രിയ സഹോദര, എത്ര നാൾ ഓടും? ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഇപ്പൊ കൂട്ടുകാരുണ്ട് കേട്ടോ. ഇപ്പൊ താങ്കൾക്ക് കൂട്ടുകാരുണ്ട്, കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. പക്ഷേ ചങ്കും മത്തങ്ങയൊക്കെ കത്തിപ്പോയി. വെള്ളമടിച്ച്, ഡ്രഗ്സ് അടിച്ച്, സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ അങ്ങേറ്റം നിങ്ങൾ കിടക്കുമ്പോൾ ഈ കൂട്ടുകാരും കാണത്തില്ല. സുഹൃത്തുക്കളെ, ആരും കാണത്തില്ല. ഈ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം കൊടുക്കാൻ തയ്യാറാണോ? ഈ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ശരീരം പിശാചിന്റെ കൺട്രോളിലാണോ? പറ. യേശുവിന് മാത്രം എൻ്റെ ജീവിതത്തിൽ അധികാരം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേ ഒരു നിമിഷം. കർത്താവേ, ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. തകർന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ കയ്യിലെ ആയുധമായിട്ട് കർത്താവേ അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണപ്പാ. അവിടുത്തെ അദൃശ്യമായ കരം അവിടെ ചലിക്കട്ടപ്പാ. ദൈവമേ, അവർ ദൈവസ്ഥലേക്ക് അടുക്കട്ടെ കർത്താവേ. അവർ കർത്താവിൽ നിന്ന് അകലം വിട്ടു പോവുകയാണല്ലോ അപ്പാ. അവരെന്റെ കർത്താവിനോട് അടുത്തു വരട്ടപ്പാ. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ആ കുഞ്ഞുങ്ങളെ ഞാൻ അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവരിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തി അവരെ വിട്ടുപോകട്ടെ. പൈശാചിക ശക്തികൾ അഴിഞ്ഞു പോകട്ടെ കർത്താവ്. രോഗശക്തികൾ മാറിപ്പോകട്ടെ. ഡിപ്രഷൻ മാറിപ്പോകട്ടെ. ആത്മഹത്യ ചിന്തകൾ മാറിപ്പോട്ടെ കർത്താവേ. അവിടുത്തെ അദൃശ്യമായ കരം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചലിക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചലിക്കട്ടെ കർത്താവേ. സമാധാനം അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. വിടുതൽ വ്യാപരിക്കട്ടെ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.
കൂടടുത്തിടുന്നു. അകലം വിട്ട് പോയിടാതെ ഒരു പടിയും കൂടടുത്തിടുന്നു. ആമാറോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന് ആമാറോടു ചേർന്നു കിടന്ന് ആ ചൂടിൽ പൊതിഞ്ഞിരുന്ന് ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. ഇനിയുള്ള നാൾ പാഴാക്കാതെ എന്നപ്പനായി വേല ചെയ്യും. മഹാത്മ്യമുള്ള യാഗത്താലെ വീണ്ടെടുത്തു ശാപക്കുരുക്കിൽ നിന്നും. മഹാത്മ്യമുള്ള യാഗത്താലെ വീണ്ടെടുത്തു ശാപക്കുരിശിൽ. ഞാൻ നിനക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിരുത്തി. ഞാൻ നിനക്കാത്ത നിക്ഷേപമേകി ശ്രേഷ്ഠന്മാരാൽ പന്തിരുത്തി. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈയിടാതെ. തൃപ്തി വരും നേരം വരെ കാത്തിരുന്നു പിന്നെ കൈവിടാതെ. അകലം വിട്ട് പോയിടാതെ ഒരു പണിയും കൂടടുത്തിടുന്നു. അകലം വിട്ട്